അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. അരമണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനകത്ത് മധുരമൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിനുള്ള മധുരമാണ്. കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. അങ്ങനെ പാകത്തിന് മധുരം ചേർത്തെടുക്കുകയാണെങ്കിൽ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എത്ര ദിവസം കഴിച്ചു? എത്ര ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കി? 3 ദിവസം ഞാൻ പറഞ്ഞു 3 ദിവസം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി. നീതൊക്കെ അന്നും പറഞ്ഞ ഉണ്ടാക്കിയത്. പക്ഷെ ഞാനും പകുതി കഴിച്ച്, പകുതി നീതിയും കഴിച്ച്. ഇവിടുത്തെ നമ്മുടെ സാഹിബിന് ഇതൊന്നും ഇഷ്ടമല്ല, ഗിച്ചൂസിന് ഇതൊന്നും ഇഷ്ടമല്ല. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് മറുപടി പറയാ, കമന്റ് ചെയ്യുക. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാതിരി ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കാവുന്ന സാഹചര്യമാണ്. അങ്ങനെ നല്ല ലാവിഷായിട്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ അടുത്ത ദിവസം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമുക്ക് സമയം കളയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് നെയ്യിലോ വെളിച്ചെണ്ണയിലോ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങയുടെ കളർ ഒരുപാട് അങ്ങ് മാറിപ്പോവണ്ട. പിന്നെ ഇത് ഏലക്കയും ജീരകവും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ശർക്കരപ്പാനിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ട് 2 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി എടുത്തതാണ്. മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 225 ഗ്രാം ശർക്കര എടുക്കാം കേട്ടോ. ഇത് മീഡിയം മധുരമുള്ള രീതിയിലാണ് 200 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മൈദപ്പൊടിയിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ, ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഒഴിക്കാം കേട്ടോ. ചൂടോടുകൂടി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പഴം ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡയുടെ അളവ് 1/4 ടീസ്പൂണായിട്ട് കുറയ്ക്കുക. 2 പഴം ചേർക്കുക. ഞാനിപ്പോൾ പഴം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർത്തത്. പഴം ചേർക്കുകയാണെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് ചെറുപഴം, അതായത് പാളയംകോടൻ പഴം എന്ന് പറയും. പിന്നെ ചില സ്ഥലങ്ങളിൽ അതിന് മൈസൂർ പഴം എന്നൊക്കെ പറയാറുണ്ട്. പല സ്ഥലത്തും പല പേരാണല്ലോ. ഞാനിപ്പോൾ ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് ലൂസായി പോകരുത് നമ്മുടെ ബാറ്റർ. നമ്മളെപ്പോഴും ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ശർക്കരപ്പാനി എടുത്ത് വെക്കാം കേട്ടോ. നമ്മുടെ മധുരം ചെക്ക് ചെയ്തിട്ട് മധുരം കുറവാണെങ്കിൽ ചേർക്കാനായിട്ടാണ് കുറച്ച് ശർക്കരപ്പാനി നമ്മൾ കരുതി വെക്കണ്ടേ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം ചെക്ക് ചെയ്യുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല മധുരമുള്ള ഉണ്ണിയപ്പം ഇഷ്ടമാണെങ്കിൽ മാത്രം കൂടുതൽ ശർക്കര ചേർക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം 2 or 3 എണ്ണം കഴിക്കുമ്പോൾ മടുത്തു പോകാതിരിക്കാനാണ് നമ്മൾ നല്ല മധുരം എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഒരു മീഡിയം മധുരത്തിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പത്തിന് എപ്പോഴും ടേസ്റ്റ് ഒരു ചെറിയ മധുരമായിരിക്കും. നല്ല മധുരമായ ടേസ്റ്റ് മടുത്തു കഴിക്കാൻ. എനിക്ക് നല്ല മധുരമുള്ള ഉണ്ണിയപ്പം ഇഷ്ടം. നല്ല മധുരത്തിൽ കഴിച്ചു, നോ പ്രോബ്ലം. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കില്ലേ. അല്ല, എനിക്ക് തോന്നുന്നത് കുറെ ആളുകൾക്ക് മീഡിയം മധുരമായിരിക്കും ഇഷ്ടം. പിന്നെ എല്ലാവർക്കും കഴിക്കാൻ പാകത്തിലാവണം എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം മധുരമായിരിക്കും എപ്പോഴും നല്ലത്. ഈ റവയൊന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. 5 മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡ കൂടുതലായിട്ട് മിക്സ് ആയിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മാറും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കൺസിസ്റ്റൻസി മാറിയിട്ട് കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർക്കേണ്ടി വരും.
ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കാം. അപ്പോൾ തേങ്ങ കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കാം. നമ്മൾ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് തേങ്ങ കൊത്തൊന്നും ഫ്രൈ ചെയ്യാതെ ഈ രീതിയിൽ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഒരു 6 ഏലക്ക പൊടിച്ചെടുത്തതാണിത്. ഇപ്പോൾ നമ്മുടെ മിക്സ് വീണ്ടും തിക്കായി വന്നു. ഞാൻ കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർത്ത് ഒരു 5 മിനിറ്റ് വയ്ക്കാൻ പോവാണ്. ഇത് ഒരുപാട് ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കേണ്ട ഉണ്ണിയപ്പമാണ്. അധിക ദിവസം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡയൊക്കെ ഒഴിവാക്കിയിട്ട് പഴം ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കണം. പഴം മാത്രം ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടിയുടെ ഉണ്ണിയപ്പത്തേക്കാൾ വളരെ സോഫ്റ്റ് ആയിരിക്കും ഈ ഉണ്ണിയപ്പം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള എണ്ണ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചൂടായിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് അങ്ങ് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചൊഴിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി, അതായത് 2 കപ്പ് ശർക്കരപ്പാനി മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്കായി വരില്ല, അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. ഉണ്ണിയപ്പം എന്താ തനിയെ പൊങ്ങി വന്ന് തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ ഉണ്ണിയപ്പച്ചട്ടി എപ്പോഴും യൂസ് ചെയ്യാത്തതാണെങ്കിൽ ചിലപ്പോൾ ഉണ്ണിയപ്പം വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് 1-2 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വിട്ട് വന്നോളൂ കേട്ടോ. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിലാണ് തനിയെ ഇതുപോലെ വിട്ട് വരുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയും വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ. ഒരു സൈഡൊന്ന് കുക്കായി വരട്ടെ, അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പച്ചട്ടിയിലും ഇതുപോലെ പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് വിട്ട് വന്നോളും. ഇല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വിട്ട് വരും, പക്ഷെ അതിന് കുഴിവ് കുറവായിരിക്കും. ഇനി ഉണ്ണിയപ്പം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം നമ്മളിപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഇതിനി അടുത്ത സൈഡിലേക്കും തിരിച്ചിട്ട് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാടും കൂടെ കളർ മാറിപ്പോകണ്ട കേട്ടോ. ലൈറ്റായിട്ടൊന്ന് കളർ മാറുന്നത് വരെ തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇതൊന്ന് ഷേപ്പായി വരുമ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഈ ഉണ്ണിയപ്പമൊക്കെ എടുത്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മറിഞ്ഞ് പോവില്ല, നമുക്ക് എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കാണിക്കാതിരിക്കുന്നതെന്ന് വെച്ചാൽ 2 പാത്രമൊന്നും കഴുകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അത് ചെയ്ത് കാണിക്കാതിരിക്കുന്നത് കേട്ടോ. എളുപ്പമുള്ളൊരു കാര്യമാണത്. പിന്നെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അതുപോലെ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, ഒരു 4-5 ബാച്ചിനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് മാവ് എടുത്ത് ഒഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യം എണ്ണ കൂടുതലുള്ള ഈ കുഴികളിൽ ഒഴിക്കുക, അതിന് ശേഷം എണ്ണ കുറവുള്ളതിൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചു വരുമ്പോൾ ബാക്കിയുള്ളതിലേക്ക് ആ കുറവുള്ളതിലേക്ക് എണ്ണ ആയി വന്നോളും.
ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇത് കണ്ടോ, വളരെ സോഫ്റ്റ് ആണ്. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം സോഫ്റ്റ്നെസ്. അതുപോലെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട് ആ റവ ചേർത്തതുകൊണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, മൈദപ്പൊടിയും റവയും ചേർത്തിട്ട് പഴമൊന്നും ചേർക്കാതെ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഫോട്ടോയൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരിക. അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും വീട്ടിൽ വൈകുന്നേരം സ്നാക്സൊക്കെ നമ്മൾ റെഡിയാക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഫാസ്റ്റായിട്ട് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും തരിക. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ തെളിഞ്ഞു വരും. ആ ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഓൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.